ശാന്തി 19/12/2023. ഇന്നത്തെ മുരളിയുടെ മുഖ്യ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, സേവനത്തിൻ്റെ വൃദ്ധിക്കായി പുതിയ പുതിയ യുക്തികൾ രചിക്കൂ. ഓരോ ഗ്രാമങ്ങളിലും പോയി സേവനം ചെയ്യൂ. സേവനം ചെയ്യുന്നതിനായി ജ്ഞാനത്തിൻ്റെ പരകാഷ്ഠ ഉണ്ടായിരിക്കണം. നാം ഈ ജ്ഞാനത്തെ വളരെ വ്യക്തമായി, ഗഹനമായി, ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നത് നാം തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിലൂടെ നമ്മൾക്ക് സേവനം ചെയ്യാൻ സാധിക്കും. പുതിയ പുതിയ യുക്തികൾ രചിക്കാൻ സാധിക്കും. ഏത് വിഘ്നത്തെയും മറികടന്ന് എല്ലാവരിലും ബാബയുടെ സന്ദേശവും ബാബയുടെ പരിചയവും എത്തിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ചോദ്യം: ബുദ്ധിയിൽ നിന്ന് പഴയ ലോകം മറക്കണം. ഇതിനുള്ള സഹജയുക്തി എന്താണ്? ഉത്തരം: വീടിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കൂ. ബുദ്ധിയിലുണ്ടായിരിക്കണം, ഇപ്പോൾ മൃത്യു ലോകത്തിൻ്റെ കർമ്മക്കണക്കുകൾ തീർത്ത് അമരലോകത്തിലേക്ക് പോകണം. ഈ ദേഹത്തിൽ നിന്ന് തന്നെ യാചകനായി, ഈ ദേഹവും എൻ്റേതല്ല, ഈ അഭ്യാസമുണ്ട് എങ്കിൽ പഴയ ലോകം മറന്നുപോകും. ഈ പഴയ ലോകത്തിലിരിക്കെ തൻ്റെ പരിപക്വ അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. ഏകരസ അവസ്ഥയ്ക്കായി പരിശ്രമിക്കണം. നാം ഈ സൃഷ്ടി നാടകത്തിലേക്ക് വന്നിട്ട് ധാരാളം സമയമായി. മുഴുവൻ 5000 വർഷത്തിൻ്റെ ചക്രവും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾക്ക് നാടകം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതിനായി ഈ പഴയ ലോകത്തെ മറക്കണം. മറക്കുന്നതിനുള്ള യുക്തി എന്താണ് എന്നാണ് ബാബ കേൾപ്പിക്കുന്നത്. തുടർച്ചയായി നമ്മൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടം ഓർമ്മിക്കണം. അതായത് നാം ഓരോരുത്തരും പരംധാം നിവാസിയാണ്. നമ്മൾക്കിനി ഈ നാടകം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. ഇപ്രകാരം സ്വയം തന്നെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ ലോകത്തിൽ നിന്ന് എല്ലാ കർമ്മക്കണക്കുകളും തീർത്തിട്ടാണ് ഇനി നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടത്. ഈ ശരീരത്തിൽ നിന്ന് തന്നെ നാം യാചകരാകണം. അതായത് ഈ ശരീരവും നമ്മുടേതല്ല, എല്ലാം ബാബയുടേതാണ്. എൻ്റേതായി ബാബ മാത്രം, മറ്റൊന്നുമില്ല. ഈ ഒരു അഭ്യാസമുണ്ട് എങ്കിൽ പഴയ ലോകത്തെ മറക്കാൻ സാധിക്കും. ഇങ്ങനെ ഓർമ്മിച്ചോർമ്മിച്ച് ബാബയുടെ ഓർമ്മയിലൂടെയും വീടിൻ്റെ ഓർമ്മയിലൂടെയുമാണ് നാം നമ്മളുടെ അവസ്ഥയെ പരിപക്വമാക്കിയെടുക്കേണ്ടത്. പരിപക്വം എന്നാൽ എന്തിളക്കം വന്നാലും നാം ഇളകില്ല, അചലരായിരിക്കും, ഏകരസ അവസ്ഥയിലായിരിക്കും. എന്നാൽ ഈ അവസ്ഥയിലെത്തുന്നതിന് നാം തീർച്ചയായും പരിശ്രമിക്കണം. ഗീതം: മാതാ ഓ മാതാ, അങ്ങ് തന്നെയാണ് എല്ലാവരുടെയും ഭാഗ്യവിധാതാവ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദേഹാഭിമാനം വിട്ട് സേവനം ചെയ്യണം. വിചാരസാഗര മന്ഥനം ചെയ്ത് പരിധിയില്ലാത്ത സേവനത്തിൻ്റെ തെളിവ് നൽകണം. 2. ഈ മൃത്യു ലോകത്തിൽ നിന്ന് പഴയ എല്ലാ കർമ്മക്കണക്കുകളും തീർക്കണം. പഴയ ദേഹത്തെയും ലോകത്തെയും ബുദ്ധി കൊണ്ട് മറന്നു പോകണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ശരീരബോധം വിട്ടിട്ടാണ് നാം സേവനം ചെയ്യേണ്ടത്. നാം ഈ ലോകമര്യാദയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് ഹൃദയപൂർവ്വം സേവനം ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ദേഹാഭിമാനം വിട്ട് സേവനം ചെയ്യണം. നന്നായി വിചാരസാഗര മന്ഥനം ചെയ്യണം. എന്നാൽ മാത്രമേ പരിധിയില്ലാത്ത വിശ്വസേവനം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്രകാരം വിശ്വസേവനം ചെയ്യുകയും വേണം, അതിൻ്റെ തെളിവ് നൽകുകയും വേണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ മരണലോകത്തിൽ നിറയെ കർമ്മക്കണക്കുകൾ ബാക്കിയുണ്ട്. ഓരോരുത്തരുടെയും തലയിൽ പഴയ കർമ്മക്കണക്ക് ധാരാളമുണ്ട്. അവയെല്ലാം തീർക്കണം. ബാബയുടെ ഓർമ്മയിലൂടെയും സേവനത്തിലൂടെയും തപസ്സിലൂടെയുമാണ് തീർക്കേണ്ടത്. അതിനോടൊപ്പം
ഈ പഴയ ദേഹത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ബുദ്ധിയെ മാറ്റിയെടുക്കണം. ബുദ്ധിയാണ് ഇവയിലെല്ലാം പെട്ടുകിടക്കുന്നത്. ആ ബുദ്ധിയെ മാറ്റുകയാണെങ്കിൽ മനസ്സിനെയും മാറ്റാൻ സാധിക്കും. വരദാനം: ഒന്നിന്റെ സ്മൃതിയിലൂടെ ഏകരസസ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്ന ഉയർന്ന പദവിയുടെ അധികാരിയായി ഭവിക്കട്ടെ. ഏകരസസ്ഥിതി ഉണ്ടാക്കുന്നതിന് സദാ ഒന്നിന്റെ മാത്രം സ്മൃതിയിൽ സ്ഥിതി ചെയ്യൂ. ഒന്നിനു പകരം രണ്ടാമതാരുടെയെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ഏകരസത്തിനു പകരം ബഹുരസസ്ഥിതി ആയിത്തീരും. ഏത് സമയത്താണോ മറ്റേതെങ്കിലും രസം ആകർഷിക്കുന്നത്, ആ സമയത്ത് നിങ്ങളുടെ അന്തിമ സമയം വന്നാൽ ഉയർന്ന പദവി ലഭിക്കാൻ സാധ്യമല്ല. ഇതിനാൽ ഓരോ സെക്കൻഡും അറ്റൻഷൻ വയ്ക്കൂ. സദാ ഒന്നിന്റെ പാഠം ഉറപ്പിക്കൂ. ഒരു ബാബ, ഒരേ ഒരു സംഗമത്തിന്റെ സമയം ഏകരസസ്ഥിതിയിലിരിക്കണം. എങ്കിൽ ഉയർന്ന പദവിയുടെ അധികാരം ലഭിക്കും. ഏറ്റവും ഉയർന്ന പദവി ലഭിക്കുന്നതിന് നമ്മുടെ മനസ്സ് ഏകരസസ്ഥിതിയിലായിരിക്കണം. ഏകരസസ്ഥിതിയിൽ ആക്കുന്നതിന് നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ബാബയ്ക്ക് മാത്രമേ സ്ഥാനം കൊടുക്കാവൂ, മറ്റാർക്കും കൊടുക്കരുത്. ഏതെങ്കിലും സാധനമോ വ്യക്തിയോ ഓർമ്മ വരികയാണ്. ആ സമയത്ത് അന്തിമ സമയം എത്തി നാം ശരീരം വിട്ടുപോവുകയാണ് എങ്കിൽ നമുക്ക് ഉയർന്ന പദവി ലഭിക്കില്ല. കാരണം മറ്റൊരു രസത്തിന്റെ ആകർഷണത്തിൽ ആയിരുന്നു. അതിനാൽ ഓരോ സെക്കൻഡും ശ്രദ്ധ കൊടുക്കണം. ഓരോ സെക്കൻഡും അന്തിമ സമയമാണെന്ന് മനസ്സിലാക്കണം. സ്ലോഗൻ: ശുദ്ധ സങ്കല്പങ്ങളുടെ ഭോജനം സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥ വൈഷ്ണവർ. ആത്മാവിന്റെ ഭോജനമാണ് ചിന്തകൾ. ആരുടെ ചിന്തയാണോ ശുദ്ധമായിട്ടുള്ളത്, അവർ ആത്മാവിന് ഏറ്റവും ശുദ്ധമായ ഭോജനമാണ് നൽകുന്നത്. അങ്ങനെയുള്ള ആത്മാവ് ശക്തിശാലിയായി തീരുന്നു, പവിത്രരായി തീരുന്നു. അതിനാൽ അവരെയാണ് യഥാർത്ഥ വൈഷ്ണവർ എന്ന് പറയുന്നത്. ഓം ശാന്തി.